ചാന്ദ്രദിനാചരണം സംഘടിപ്പിച്ചു. ശൂരനാട് വടക്ക് ചേഞ്ചിറക്കുഴി മഴ ഗ്രന്ഥശാല മഴത്തുള്ളിക്കൂട്ടം ബാലവേദിയാണ് ചാന്ദ്രദിനാചരണം സംഘടിപ്പിച്ചത്. മഴയിൽ ഒരു ചന്ദ്രോത്സവം എന്ന പേരിലായിരുന്നു പരിപാടി. ചന്ദ്രദിനം ജൂലൈ 21 ചന്ദ്രനീലാദ്യമായി കാൽപാദം ചേർത്തത് നീലാംസ്ട്രോങ്ങല്ലോ. ചന്ദ്രദിനം ജൂലൈ 21 ചന്ദ്രനീലാദ്യമായി കാൽപാദം ചേർത്തത് നീലാംസ്ട്രോങ്ങല്ലോ. ഇന്ത്യയുടെ ചന്ദ്ര പര്യവേക്ഷണം ചന്ദ്രയാനം നല്ലോ. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതി കേന്ദ്രം ISRO. ശൂരനാട് വടക്ക് ചേഞ്ചിറക്കുഴി മഴ ഗ്രന്ഥശാല മഴത്തുള്ളിക്കൂട്ടം ബാലവേദിയുടെ നേതൃത്വത്തിലാണ് ചാന്ദ്രദിനാചരണം മഴയിലൊരു ചാന്ദ്രോത്സവം എന്ന പേരിൽ സംഘടിപ്പിച്ചത്. ലോകമെങ്ങും വൈവിധ്യമാർന്ന പരിപാടികൾ ആഘോഷിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. മഴ ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ ചന്ദ്രദിനത്തിൽ വ്യത്യസ്തമാർന്ന പരിപാടികളാണ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ചോദ്യോത്തരപ്പയറ്റ്, വേഷപ്പകർച്ച, പോസ്റ്റർ നിർമ്മാണം തുടങ്ങിയ മത്സരങ്ങളും വൈവിധ്യമാർന്ന പരിപാടികളും ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ചാന്ദ്രദിന പോസ്റ്റർ നിർമ്മാണം, ക്വിസ് മത്സരം, വേഷപ്പകർച്ച, പേപ്പർ ഉപയോഗിച്ചുള്ള റോക്കറ്റ് നിർമ്മാണം എന്നിവയും നടത്തി. ശൂരനാട് വടക്ക് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലത്തീഫ് പെരുങ്കുളം ഉദ്ഘാടനം ചെയ്തു. ആദ്യമായി മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയതിന്റെ ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ജൂലൈ 21 ചന്ദ്രയാൻ ദിനമായിട്ട് ആചരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ചക്കോളി ചേഞ്ചിറക്കുഴി ജംഗ്ഷനിൽ ഈ അടുത്തിടെ സ്ഥാപിതമായ മഴ ഗ്രന്ഥശാല ഏവർക്കും മാതൃകാപരമായ രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് നടത്തിക്കൊണ്ട് മുന്നോട്ട് വരുന്നത്. 1969 ജൂലൈ 21 നമ്മുടെ ചന്ദ്രനിലേക്ക് നീൽ ആംസ്ട്രോങ്, അതുപോലെ ബസ് ആൾഡ്രിൻ, അതുപോലെ ഫാരഡെ ഉൾപ്പെടെ 3ഓളം പേരാണ് ഇവിടുന്ന് പേടകത്തിൽ പോയതെങ്കിലും 2 പേർക്ക് മാത്രമാണ് ചന്ദ്രനിൽ ഇറങ്ങാൻ കഴിഞ്ഞിട്ടുള്ളത്. ആദ്യമായി കാലുകുത്തിയത് നീൽ ആംസ്ട്രോങ് ആണ്. തീർച്ചയായിട്ടും അതൊക്കെ ഇവിടുത്തെ കുട്ടികൾക്ക് പഠിച്ച് മുന്നോട്ട് പോകാനും അന്നത്തെ സംഭവം എങ്ങനെയാണെന്നുള്ളത് ഒരു ദൃശ്യാവിഷ്കാരത്തിൽ കൂടി കാണിച്ചു കൊടുക്കുന്നതിനും വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനം ഇന്ന് ആ ചന്ദ്രൻ്റെ അന്ന് വിക്ഷേപിച്ചിട്ടുള്ള അതിൻ്റെ രൂപങ്ങൾ ഇന്ന് ഇതിൻ്റെ ഫ്രണ്ടിൽ പ്രദർശിപ്പിക്കുകയുണ്ടായി. അന്ന് നീൽ ആംസ്ട്രോങ് ഉൾപ്പെടെയുള്ളവർ ധരിച്ച വേഷങ്ങൾ ഇവിടെ കൃത്യമായി ഇവിടെ ഒരു കുട്ടിയെ ധരിപ്പിച്ചുകൊണ്ട് നിർത്തുകയുണ്ടായി. അപ്പോൾ പുതിയ തലമുറയ്ക്ക് ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ശാസ്ത്ര വളർച്ച എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായൊരു അവബോധം സൃഷ്ടിച്ചെടുക്കുവാൻ ഈ മഴ ഗ്രന്ഥശാലയ്ക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതിൽ വളരെ അഭിമാനം തോന്നുന്നൊരു രംഗമാണ്. M. അബ്ദുൽ സലീം അധ്യക്ഷത വഹിച്ചു. സുധീർ ഖാൻ റാവുത്തർ, നവാസ് S. ചേഞ്ചിറക്കുഴി, R. മുംതാസ്, N. ആബിദ്, S. അൻഹ, S. ഐറ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.